ബിഗ് ബോസ് സീസൺ 7 ഫെയിം ആയിട്ടുള്ള അഭിലാഷിൻ്റെ ഒരു വീഡിയോ കാണാനിടയായി. ഇപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ കുറച്ച് ഭാഗം ഒന്ന് കാണാം. ചേട്ടന്റെ കാല് പോലെയാണോ കുഞ്ഞിന്റെ കാല് ഒന്നും തോന്നരുത്. കണ്ടപ്പോൾ ജസ്റ്റ് ഒരു റീൽ ഇട്ടതാണ് ഏട്ടനും കുഞ്ഞുകൂടെ ഉറങ്ങുന്ന ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടതാണ്. ഞാൻ സീരിയസ്ലി പറയാം ഗൈസ്, ഇതിപ്പോ തമാശയായിട്ട് ഒന്നും പറയുന്നതല്ല ഗൈസ്, ഇത് ഞാൻ സീരിയസ്ലി 100% സീരിയസ്ലി ഞാൻ പറയുന്ന കാര്യമാണ്. ആ ഡൗട്ട് ഇപ്പൊ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സീരിയസ്ലി ഇത് ഇവക്കറിയാം, ഇവക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയാം, ഇങ്ങനെ പറയാം, എൻ്റെ ലിംഗത്തിൽ ഒരു മറുകുണ്ട്, ഒരു ബ്ലാക്ക് മറുക്, ചെറിയ ബ്ലാക്ക് മറുക്. അത് ഈ ചെറുക്കന് കറക്റ്റായിട്ട് ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു ആലോചിച്ച് നോക്ക് ശ്രീകുട്ടി. ഇതൊക്കെ എങ്ങനെ ആക്ച്വലി അങ്ങനെ ചോദിക്കുന്ന ആ ഒരു അവരുടെ മൈൻഡ് ഉണ്ടല്ലോ, ലൈക്ക് ചേട്ടന് കാലിന് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ ഒരു മറുകുണ്ട്, ഇതിപ്പോ എനിക്ക് ആൾക്കാരുടെ മുമ്പ് എൻ്റെ ചെറുക്കനും എനിക്കും ഉണ്ട്, കാണിച്ചു തരും. എനിക്ക് ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയ വഴി ഒന്നും കാണിക്കാൻ പറ്റൂല. എനിക്ക് എൻ്റെ ഈ പറയുന്ന പോലെ യൂട്യൂബ് സസ്പെൻഡ് ആയിപ്പോൾ ചിലപ്പോൾ ഞാൻ അങ്ങനെ കാണിച്ചു തരും. അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും ഒക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. അതിൽ ഫാമിലിയിലുള്ളവരാണെങ്കിലും ശരി, പുറത്തുനിന്നുള്ളവരാണെങ്കിലും ആരാണെങ്കിലും നമുക്ക് ആ ഒരു സൊല്യൂഷൻ ഉണ്ട്. പിന്നെ അതല്ല, ഇനിയുണ്ടെങ്കിൽ എൻ്റെ ചെറുക്കനെ എൻ്റെ അടുത്ത് വെച്ച് കാണിച്ചു തരാം. ഞങ്ങളുടെ സാദൃശ്യങ്ങൾ എന്തൊക്കെയാണെന്നൊരു നിങ്ങൾ തന്നെ ഒന്ന് ഇത് ചെയ്തു നോക്കും. കാലിന്റെ ഇത് വയ്യെങ്കിൽ ചാട്ടിന് കാല് വയ്യല്ലോ, അതുപോലെ കുഞ്ഞിന് കാല് വയ്യേ. എന്റെ അച്ഛനൊരു ഗുരുവില്ലായിരുന്നു കേട്ടോ, എന്റെ അച്ഛനൊരു ഗുരുവില്ലായിരുന്നു. പിന്നെ എനിക്ക് എങ്ങനെ ഇത് വന്നു, അത് വന്നതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. അമ്മ എന്നെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഈ എല്ലാവരും പറയുമല്ലോ ഈ പൊക്കിൾക്കൊടി ചുറ്റും എന്ന് പറഞ്ഞാൽ, അങ്ങനെ ചുറ്റിയതാണ് എൻ്റെ കാലിൽ. അങ്ങനെ ഉണ്ട്, അല്ല ഒരു പോളിയോ കാര്യങ്ങളോ ഒന്നും വന്നതല്ല. സോ നമ്മളപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ മാക്സിമം നമ്മുടെ കുഞ്ഞിന് കൊടുക്കാൻ നമ്മളെപ്പോലെ ആവരുത് എന്നുള്ളതിൽ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ ഒരു വീഡിയോ എടുത്തു വെച്ച് കുറേ അധികം പേര് ക്രിറ്റിസിസം നടത്തുന്നുണ്ട്, പുള്ളിക്കാരൻ പറഞ്ഞത് ശരിയല്ല എന്നുള്ളത്. സത്യത്തിൽ ഇതിന് രണ്ടർത്ഥമുണ്ട്. ഞാൻ രണ്ടർത്ഥവും പറയാൻ വരുന്നില്ല. ഏതായാലും എനിക്കത് സൂപ്പർ പ്രതികരണമായിട്ടാണ് തോന്നിയത്. ഇങ്ങനെ പറയാനുണ്ടായ കാരണം എന്താണെന്നറിയാമോ? അതാണ് നിങ്ങൾ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു കമൻറ്റ്. ഇത് ഇട്ടവന് ഞാൻ ഒന്നും പറയുന്നില്ല, പോട്ടെ. അപ്പോൾ ഇതിട്ടിരിക്കുന്നത് ബിജി ജയകുമാർ എന്ന് പറയുന്ന ഒരു ലേഡിയാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ചേട്ടൻ്റെ കാല് പോലെ മോൻ്റെയും കാലിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒന്നും തോന്നല്ലേ, കണ്ടപ്പോൾ ചോദിച്ചതാ. ഞാനിത് പറയുമ്പോഴത്തേന് കുറച്ച് നമ്മളിപ്പം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഒരാളുടെ വൈകല്യത്തിന് ഇങ്ങനെ പറയുമ്പം അയാളുടെ മനസ്സ് ഇങ്ങനെ തകർക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ലാഭം കിട്ടുമെന്ന് മനസ്സിലാകുന്നില്ല. ഒരു സ്ത്രീയാണെന്നൊന്ന് ചോദിച്ചത്, 2 കുട്ടികളെ അവരടുത്ത് വെച്ചിട്ടുണ്ട്. ആ കുഞ്ഞുങ്ങൾക്ക് ഒരാൾക്കാണ് ഈ വൈകല്യമെങ്കിൽ ഈ സ്ത്രീക്ക് ഈ ചോദ്യം വരുമോ? ഇപ്പോൾ നമുക്ക് ഉണ്ടപ്പക്രൂന് എല്ലാവർക്കും അറിയാം, ആൾ കുറച്ച് എന്തോ ഒരു മെഡിസിൻ്റെ എന്തോ ഇതാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇപ്പോൾ വാക്സിൻ എന്തോ കൊടുത്താൽ അതിൻ്റെ ട്രബിളാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ പുള്ളിക്ക് പൊക്കം വയ്ക്കുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ജനിച്ച കുട്ടികൾക്കൊന്നും പൊക്കം ഇല്ലാണ്ടുണ്ടോ? ഓരോരുത്തർക്ക് ഇതിപ്പം ഈ വൈകല്യം എന്ന് പറയുമ്പോൾ നമുക്ക് കാലിനോ കൈക്കോ ഒക്കെ ചെറിയ ഇത് വരുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അത് വരും എന്നുള്ള തെറ്റിദ്ധാരണയിലാണോ? എന്ത് അടിസ്ഥാനമാണ് ഇത് പറയുന്നത്? എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പോലും അറിയത്തില്ല കേട്ടോ. സത്യത്തിൽ ഈ ഒരു ക്വസ്റ്റ്യന് അവൻ ഇത്രത്തോളം കാര്യമായിട്ടൊരു മറുപടി കൊടുക്കാൻ പറ്റുമെങ്കിൽ ആ ഒരു മറുപടി എനിക്ക് ഇക്ഷ പിടിച്ചു എന്നുള്ളതാണ്. അതങ്ങനെ മറുപടി വളരെ കാണണമെങ്കിൽ വാടാ, ഞാൻ കൊച്ചിൻ്റെ സുന എടുത്ത് കാണിച്ചു തരാമെന്ന് പറയുന്നില്ല. അത് തന്നെയാണ് എൻ്റെ മറുപടി. പിന്നെ അത് ഭയങ്കര ഒരു അഭിമാനത്തോടു കൂടി പറഞ്ഞതല്ല, അത് അവൻ്റെ ഏറ്റവും വലിയൊരു വേദനയുടെ പുറത്തവൻ പറഞ്ഞൊരു കാര്യമാണ്. ആ പെൺകുട്ടിക്ക് എന്ത് നാണക്കേട് ഉണ്ടാകുന്നുണ്ട്, അവൾ എത്ര ചമ്മലാണ് ഉള്ളത്. അതിൽ നമ്മൾ അതിനൊന്നും ബോധർ ചെയ്യേണ്ട കാര്യമില്ലെന്നേ. മറുപടി അങ്ങനെ കൊടുക്കാൻ പറ്റൂ. ഈ ചോദ്യം ചോദിച്ച സ്ത്രീ ആയാലും പുരുഷനായാലും നേരിട്ട് വന്ന് അവൻ്റെ നേരിട്ട് നിന്ന് ഈ ചോദ്യം ചോദിക്കാൻ പറ്റൂ. അവൻ്റെ കുഞ്ഞിനെ കൂടെ കിടക്കുന്നതിൻ്റെ ഒരു പിക്ചർ എടുത്ത് പബ്ലിഷ് ചെയ്തു. അതിലിപ്പോൾ എന്താ, ഇപ്പോൾ പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് DNA ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛൻ എങ്ങനെ ഉറങ്ങുന്നോ ആ സൈഡിലേക്ക് കൊച്ചു കിടന്നുറങ്ങി, അല്ലെങ്കിൽ അതുപോലെ കിടന്നുറങ്ങി അതിലെടുത്ത് ഇടുന്നത് ഒരു സ്ഥിര പരിപാടിയാണ്. ഇത് DNA ആർക്ക് കാണിക്കുക, ആരെ ബോധ്യപ്പെടുത്താൻ? അമ്മ പറയണതാണ് യാഥാർത്ഥ്യം, എൻ്റെ നാട്ടുകാർ പറയണമെന്നല്ല. DNA കാണിച്ചാലേ നാട്ടുകാർ വിശ്വസിക്കുകയാണെങ്കിൽ വിശ്വസിക്കേണ്ടെന്ന് വെക്കണം, അത്രയേ ഉള്ളൂ. പക്ഷേ ആ ഒരു ചോദ്യം ഉണ്ടല്ലോ, അതൊരു ജെന്യുവിൻ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? എനിക്കങ്ങനെ ഫീൽ ചെയ്തില്ല കേട്ടോ. അതിന് കൊടുത്ത മറുപടി കുറച്ച് കുറഞ്ഞു പോയെങ്കിലേ ഉള്ളൂ. നല്ല മറുപടിയാണ് കൊടുക്കേണ്ടത്, നല്ല മറുപടി. അവരുടെ ആ പ്രൊഫൈൽ എടുത്ത് വെച്ചിട്ട് അവരെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നതിൻ്റെ തന്തയായിരുന്നു കറക്റ്റായിട്ട് ചോദിക്കണം. പിന്നെ സഭ്യത എന്നൊരു സംഗതി ഇപ്പോൾ ഉണ്ടല്ലോ, സഭ്യത. ആ സഭ്യതയായിരിക്കാം പുള്ളിക്കാരത് പറയാതിരുന്നത്. ഒരു കാരണവശാലും ഒരാളെ ഡീഗ്രേഡ് ചെയ്യാൻ ഇത്ര വൾഗറായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് പോകരുതായിരുന്നു.
ഒരാൾ വയ്യാതെ ജനിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ വയ്യായ്മ കുട്ടിക്കും പകർന്നു കിട്ടും എന്നുള്ള എന്ത് മണ്ടത്തരം ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണത്. അതൊന്നുമല്ല. ഇത് അവനെ വിഷമിപ്പിക്കാം. ഇപ്പോൾ ഒരാൾ സന്തോഷമായിട്ടിരിക്കുന്നത് കാണുമ്പോൾ ഉള്ള ഒരു തരം ഇതുണ്ടല്ലോ. ഈ അഭിലാഷിന് ഏറ്റവും കൂടുതൽ ഹേറ്റേഴ്സ് വരുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഒരു ലെവൽ ഓഫ് ഇതിന് കിട്ടിയ പെൺകുട്ടി, അല്ലെങ്കിൽ ആ പെൺകുട്ടി നല്ല ഭംഗിയുള്ളൊരു കുട്ടിയല്ലേ, അപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞിനെ കിട്ടി അവൻ സന്തോഷമായിട്ടിരിക്കുന്നു എന്നുള്ളത് ഡൈജസ്റ്റ് ആവാത്ത കുറേ വൃത്തികെട്ട ആൾക്കാരുടെ ഒരിതാണ് ആ കമൻറ്റിൽ കിടന്ന് നിരങ്ങണത്. അവൻ ജീവിക്കല്ലേ, അവന് എന്താ കുറവ്, അവനെന്താ കുഴപ്പം? മറ്റുള്ളവരുടെ ഇപ്പം ഇങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ളവരൊക്കെ ബിഗ് ബോസിൽ പോകാൻ പോലും മടിക്കും. പക്ഷെ അവൻ ധൈര്യമായിട്ട് പോയില്ലേ, അവിടെ നിന്നില്ലേ, അവനവൻ്റെ സ്റ്റാൻഡ് അവിടെ പറയുകയും ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടറിനൊരു വാല്യൂ കൊടുക്കുക എന്നതിനപ്പുറം അവൻ മോശമായിട്ടവിടെ സ്റ്റേറ്റ്മെൻറ്റ് അതിനൊരു വാല്യൂ കൊടുക്കുക. ആശയപരമായ സംവാദങ്ങളും ഒക്കെ ഒരാളുടെ വൈകല്യത്തിനെ എടുത്ത് ബൂസ്റ്റ് ചെയ്ത് അതിനെ വെച്ച് പറഞ്ഞ് അതിൽ കൂടെ ഒരു റീച്ച് അല്ലെങ്കിൽ അതിൽ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ സൈക്കോളുടെ ഒരു പരിപാടിയാണ്. ഈ സ്ത്രീ പക്ക സൈക്കോ ആണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കമൻറ്റ് പോയിട്ടത്. അതിലവർക്ക് എത്രത്തോളം മനപ്രയാസം ഉണ്ടായിട്ടായിരിക്കും അവർ അതിനെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ മറുപടി അതിനകത്ത് ഒന്നും പറയാനില്ല, കിടിലോസ്കി അങ്ങനെ തന്നെയാണ് കൊടുക്കേണ്ടത്. ആ സ്ത്രീക്ക് കണ്ടോളാൻ വേഗം അങ്ങോട്ട് ചെന്ന് അവൻ കാട്ടിത്തരുവേ, നിങ്ങൾ അത് കാണും. വല്ലവൻ്റെയും കൊച്ചിൻ്റെ കാര്യം അന്വേഷിക്കാൻ നടക്കുന്നത് പരട്ട സാധനങ്ങളെന്നല്ലാതെ എന്താ പറയുക. ഇതിനെയൊക്കെ പച്ചയ്ക്ക് മറുപടിയാണ് കൊടുക്കേണ്ടത്. അല്ലാതെ ഒരു രീതിയിലുള്ള പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇതിനകത്ത് നോക്കരുത്. ഇത്രത്തോളം വൾഗറായി വ്യക്തിയധിക്ഷേപം ചെയ്തിട്ടുള്ള ഇത്രയും വൃത്തികെട്ട കമൻസിനെതിരെയായിട്ട് നടപടി സ്വീകരിക്കാൻ വേണ്ടത്. ബൈ ദ വേ ഞാൻ പറയാൻ വിട്ടുപോയി, നമ്മുടെ സാമൂഹ്യനീതി വകുപ്പ് എന്ന് പറഞ്ഞിട്ട് കേശവദാസ് ഓരത്തൊരു ഇതുണ്ട്. നമ്മുടെ വൈകല്യമുള്ളവർക്ക് വേണ്ടിയിട്ട് തന്നെയുള്ള ഒരു കോടതി പോലെ ഒന്നാണ്. അവർ നിർദ്ദേശിച്ച് അവിടെ കൊണ്ടുപോയി പരാതി കൊടുക്കുക, പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക. അവിടെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഇൻറ്റിമേഷൻ പോലീസ് സ്റ്റേഷന് പോകും. പോലീസ് നമ്മളെ വിളിപ്പിക്കും, അതിൻ്റെ വിചാരണ നടത്തും. അത് കൃത്യമായി പരിഗണിച്ച് നമുക്ക് വേണ്ടി ആക്ഷൻ എടുക്കും. അപ്പം അങ്ങനെയുള്ളവർ അങ്ങനെ തന്നെ ചെയ്യണം. വൈകല്യം അല്ലെങ്കിൽ നമ്മുടെ പരിമിതികളെ കളിയാക്കുന്നവർ ഇതായിരിക്കണം, ദൈവത്തിൻ്റെ കണ്ണിൽ പെടാത്തവരായിരിക്കണം. മനസ്സിലായല്ലോ? ഈ പരിമിതികളും ഈ ബുദ്ധിമുട്ടുകളും അവർക്കും വരുമെന്നുള്ളൊരു തിരിച്ചറിവുണ്ടായിരിക്കണം. ഒരു കാരണവശാലും അത്തരത്തിലുള്ള വൃത്തികേട് പറയുന്നവരെ സമൂഹം പ്രോത്സാഹിപ്പിക്കരുത്. നമ്മുടെ കണ്ണിന് നേരെ ഇത്തരത്തിൽ ആ കാര്യം കണ്ടാൽ അതിന് ചുട്ട മറുപടി തന്നെ കൊടുക്കണമെന്നുള്ളതാണ്. പിന്നെ എനിക്ക് ചില കാര്യങ്ങളിൽ അവൻ്റെ കാഴ്ചപ്പാടിനോട് വിയോജിപ്പുണ്ടെങ്കിൽ പോലും ഈ ഒരു കാര്യത്തിൽ അയാൾ ചെയ്തത് വളരെ നല്ല കാര്യമാണ്. അതിനകത്ത് എന്ത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കാനാണ്? ഒരു കറക്റ്റ്നെസ് നോക്കേണ്ട കാര്യമില്ല. കൃത്യമായിട്ട് അവൻ കൊടുത്തിട്ടുണ്ട്. അണ്ണാക്കി കൊടുത്തു എന്നാണ് എനിക്ക് മനസ്സിലായത്. കുറഞ്ഞു പോയെങ്കിലേ ഉള്ളൂ. അതിനൊക്കെ അവൻ പറയുന്നതിനേക്കാൾ ഉപരി ഈ സാധനം ആ പെൺകുട്ടി പറഞ്ഞെങ്കിൽ പൊളിച്ചേനെ. കുറച്ചിത് മറ്റുള്ളവരിലേക്ക് എത്തണമായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ തന്നെ മറുപടി കൊടുക്കേണ്ടത്. കൊച്ചിനും അതുണ്ട് ഇതെല്ലാം ചോദിക്കുന്നവളുടെ ആ ഒരു മെൻ്റൽ ഇതെന്ന് ആലോചിച്ച് നോക്കിയാണ്. കൂടെ ഇരിക്കുന്ന രണ്ടെണ്ണത്തിന് ഇതുപോലെ വരുമോ ഇല്ലെന്ന് എനിക്ക് എങ്ങനെ വിശ്വസിക്കാം? എന്ത് സംഭവിക്കാമെന്നേ, നമുക്ക് എന്ത് സംഭവിക്കാമെന്നേ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. എന്തിനാ അത്രയും വൾഗാരിറ്റി പറഞ്ഞ ഒരാളുടെ മനസ്സ് നോകടിച്ചിട്ട് വേണം നിനക്കൊക്കെ സ്വസ്ഥത കണ്ടെത്താനായിട്ട്? വേറെ എന്തെല്ലാം ചോദിക്കാറുണ്ട്. അച്ഛനെ പോലെ തന്നെ മോനിരിക്കണമെന്ന് അതൊക്കെ എന്ത് നിർബന്ധം പിടിപ്പാണ്? അതൊരു അതിൻ്റെ ഒപ്പം തന്നെ കാലിൻ്റെ ഇത് രണ്ട് തരത്തിൽ നമുക്കിത് വിഭാവനം ചെയ്യാം. അവനത് കറക്റ്റായിട്ടാണ് മറുപടി പറഞ്ഞതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ആ ലാംഗ്വേജിന് ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നന്ദി.